ഫ്രണ്ട്സ്, നമ്മൾ കുക്ക് ചെയ്യാത്ത ഒരു വളരെ രുചികരമായിട്ടുള്ളൊരു മാങ്ങാച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഒരു 7-8 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതിനെ എടുത്തിട്ട് അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ ഇതാ ഒരു 7-8 മണിക്കൂറിന് ശേഷം നമ്മുടെ മാങ്ങ ഇതേപോലെ ഒന്ന് ഉപ്പൊക്കെ ചേർന്ന് ഇങ്ങനെ ആയിട്ടുണ്ട്. അതോ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേപോലെ എല്ലായിടത്തും ആ മസാല എല്ലാം ആവുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഒരു ബോട്ടിലോട്ട് മാറ്റി വെക്കാം. ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാങ്ങാച്ചാർ യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.